നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 40. 1.5 വർഷത്തിന് ശേഷം. കൃതി, നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ, എനിക്ക് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. ആദി പറഞ്ഞു. അല്ലെങ്കിൽ യോഗാടയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോകണം, അതിനാണ് ആദി ടെൻഷൻ അടിക്കുന്നത്. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലി ഇപ്പൊ 5 മാസം പ്രഗ്നന്റ് ആണ്. അതാണ് ആദിക്ക് പേടി. അല്ലിക്ക് പക്ഷെ ഒരു പേടിയുമില്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു IPS കാരന്റെ ഭാര്യയല്ലേ, എനിക്ക് പേടിയൊന്നും ഇല്ല ചക്ക. അവൾ ആദ്യം കളിയാക്കി. നിനക്കെന്തിനാ പേടി? മനുഷ്യന്റെ നെഞ്ചി ഇപ്പോഴേ പൊട്ടാറായി. ഇനി ഡൽഹിക്ക് പോകുമ്പോ എന്താവുമെന്ന് എനിക്കറിയില്ല ഗതി. ആദ്യ വിഷമത്തോടെ പറഞ്ഞു. എനിക്കൊരു ഉമ്മ വന്നേ ആദ്യേട്ടാ. അല്ലി അവന്റെ മടിയിലേക്ക് വന്നിരുന്നു. ഇല്ല. ആദ്യ പിണക്കത്തോടെ മുഖം തിരിച്ചു. അച്ഛയ്ക്ക് അമ്മയോട് ഒട്ടും സ്നേഹമില്ല. അപ്പോഴേക്കും ആദിയുടെ അധരങ്ങള് അല്ലിയുടെ അധരങ്ങളെ പൊതിഞ്ഞിരുന്നു. ഏറെ നേരം നീണ്ടു നിന്ന ചുംബനത്തിൽ അല്ലി തളർന്നുപോയി. ആദ്യം അല്ലിയുടെ വയറിൽ തഴകി. അച്ഛയ്ക്ക് അമ്മയോട് മാത്രമേ സ്നേഹമുള്ളൂ കുഞ്ഞേ, പിന്നെ നിന്നോടും, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ഇപ്പൊ കുറച്ച് പേടി മാറിയോ? അല്ലി ആദ്യം നോക്കി. ഇതങ്ങനെ മാറില്ല കൃതി. ഇനി ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോ മുതല് അവൻ അവളെ കൈവെള്ളയിലാ കൊണ്ടു നടക്കുന്നത്. അവനോട് ഡൽഹിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ മുതൽ ടെൻഷനായി നടക്കുകയാണ്. നിന്റെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാടാ. സാരമില്ല, ഞാനും കൂടെ വരും. എന്റെ കൺമുന്നിൽ എപ്പോഴും ഉണ്ടാവണം, അത്രേ ഉള്ളൂ എനിക്ക്. അവസാനം ആദ്യം തന്നെ ഒരു പരിഹാരം പറഞ്ഞു. അപ്പൊ ലീവോ? അല്ലേ ചോദിച്ചു. ലീവൊക്കെ എങ്ങനെയെങ്കിലും വാങ്ങിക്കും. അപ്പോഴേക്കും കോളിംഗ് ബെല്ല് കേട്ട് ആദ്യം പുറത്തേക്ക് വന്നു. ഡോറ് തുറന്നതും ഏടത്തേന്ന് വിളിച്ചു നന്ദു ചാടി വന്നു. ആദ്യം മുന്നിൽ കണ്ട് അവനൊന്ന് പരിങ്ങി. എന്താടാ ഒരു കള്ളലക്ഷണം? ആദ്യം ചോദിച്ചു. അത് ഏട്ട പോലീസുകാരനോട് നോക്കുന്നോണ്ടല്ലേ, എനിക്കെന്ത് കള്ളലക്ഷണം? ഇനി അഥവാ എനിക്ക് കള്ളലക്ഷണം ഉണ്ടെങ്കിൽ ഏട്ടനും ഉണ്ടാവും. നന്ദു അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. നിനക്കിപ്പോ വന്ന് എന്നെ ഒരു പേടിയുമില്ല അല്ലേ? ആദ്യം ചോദിച്ചു. എന്റെ പൊന്നേട്ടനല്ലേ, എനിക്കെന്തിനാ പേടി? ആദ്യക്ക് അവന്റെ സംസാരം കേട്ട് ചിരി വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. അകത്തേക്ക് കയറ്. അവൻ കയറിയതും ആദ്യം ഡോറടച്ചു. നന്ദു വാങ്ങിയോ? നന്ദുവിനെ കണ്ടതും അല്ലി ഉറക്കെ ചോദിച്ചു പോയി. പക്ഷേ ആദ്യം കണ്ടപ്പോ രണ്ടുപേരും പരിങ്ങനോടെ നിന്നു. എന്താ രണ്ടും നിന്ന് കളഞ്ഞത്? ആദ്യം രണ്ടിനെയും കൂർപ്പിച്ചു നോക്കി. ആദ്യേട്ടൻ വഴക്ക് പറയരുത്. ഞാൻ പറഞ്ഞിട്ടാ. എനിക്കില്ലേ, ഇവൻ സമോസ ചാട്ട് കഴിച്ചെന്ന് പറഞ്ഞപ്പോ കൊതി വന്നു, അതാ വാങ്ങാൻ പറഞ്ഞത്. നല്ല ഷോപ്പാണ് അല്ലേടാ നന്ദ? അല്ലി ചോദിച്ചു. അതെ ഏട്ടാ, ബെസ്റ്റ് ഷോപ്പാണ്. ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ എന്റെ അടുത്തേക്ക് ഞാൻ വാങ്ങുമോ? നന്ദു ചോദിച്ചു. ഇപ്പൊ എന്തായി? നിന്റെ കള്ളലക്ഷണം സത്യമായില്ലേ? ആദ്യം ചോദിച്ചിട്ട് കേട്ട് അവനൊരു ചമ്മയും ചിരിച്ചു. നീ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. കൃതി, നീയും ഇരിക്കെ. അലി നന്ദു സംസാരിച്ചിരുന്നു. ഈ 1.5 വർഷത്തിൽ പലതും നടന്നു. ആദ്യം നന്ദുവും അല്ലിയും ഒരുമിച്ചായിരുന്നു അവരുടെ അച്ഛനും അമ്മയും താമസിച്ച വീട്ടിൽ പോയത്. അവിടെ വെച്ചാണ് അച്ഛനെയും അമ്മയും രണ്ടുപേരും ആദ്യമായി കാണുന്നത്. അന്നത്തെ ദിവസം അവർ രണ്ടുപേരും ഒരിക്കലും മറക്കില്ല. അവരുടെ അച്ഛനും അമ്മയും താമസിച്ച ആ വീട് പിന്നീട് ആദ്യം ഒന്ന് പുതുക്കി പണിതിരുന്നു. ഇടയ്ക്ക് അവർ 3 പേരും അവിടെ പോയി താമസിക്കാറുമുണ്ട്. പക്ഷെ നന്ദു ഇപ്പോഴും സ്നേഹാലയത്തിൽ തന്നെയാണ്. അവനിപ്പോ ഡിഗ്രി 3rd ഇയർ ആണ്. ക്ലാസ് കഴിയുന്നത് വരെ അവിടെ താമസിക്കാനാണ് അവൻ താല്പര്യം. പക്ഷെ അവധി കിട്ടുമ്പോ അവൻ ഇങ്ങോട്ട് ഓടി വരും. അവനും അച്ഛമ്മയുമാണ് സ്നേഹാലയത്തിന്റെ എല്ലാം. ആദ്യേക്കാൾ അച്ഛമ്മയുടെ പെറ്റാണ് നന്ദു. തറവാട്ടിലും ഈ 1.5 വർഷത്തില് പലതും നടന്നു. അച്ഛനും മാലതയും ഡിവോഴ്സായി. അച്ഛൻ രാധ ആന്റിയെ കല്യാണം കഴിച്ചു. അവരിപ്പോ തറവാട്ടിലുണ്ട്, കൂടെ ചെറിയച്ഛനും ഫാമിലിയും. അഞ്ജലി പഴയ പോലെയൊന്നുമല്ല. കള്ളത്തരമൊക്കെ പിടിച്ചപ്പോ ഭർത്താവും മകളും അകലുമെന്ന് തോന്നിയപ്പോ അവര് പഴയ പോലെ മര്യാദക്കാരിയായി. അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടുമെന്ന ചെറിയച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതോടെ അവിടെ ഇപ്പൊ എല്ലാം സ്വസ്ഥാണ്. ലച്ചു ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നു. നന്ദുവിനോട് ആൾക്ക് നല്ല കുശുമ്പാണ്. അത്ര നാളും ആദിക്ക് അവള് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദു ആദിയുടെ അനിയനാണെന്ന് അറിഞ്ഞപ്പോ ആൾക്ക് നല്ല സങ്കടമാണ്. പക്ഷെ നന്ദുവിനോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പോ രണ്ടുപേരും ആദിയുടെ സ്വന്തമാണെന്ന് കാണിക്കാനുള്ള ശ്രമമാണ്. ഹേമാപ്പച്ചിക്ക് ഇപ്പൊ അഹങ്കാരം ഒന്നുമില്ല. മറ്റൊന്നുമല്ല, പൊന്നുപോലെ തലയിൽ വെച്ചുകൊണ്ടിരുന്ന മകള് ഇപ്പൊ ഒരു നസ്രാണിയുമായി പ്രേമത്തിലായി ഗർഭിണിയായി. അവനെ കെട്ടിയെങ്കിലും അപ്പച്ചിക്ക് ഇപ്പോഴും അത് നാണക്കേടാണ്. തറവാടിന് നാണക്കേട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവരിപ്പോഴും അവളോട് വഴക്കാണ്.
അതുകൊണ്ട് തന്നെ അല്ലിയെയും ആദ്യയും കാണുമ്പോ പഴയ പോലെ ചൊറിയാൻ നിൽക്കാറില്ല. വെറുതെ എന്തിനാ മാന്ത് വാങ്ങുന്നത്, അല്ലേ? മാലതി ഇപ്പോ നാട്ടിലില്ല. രാമുമായി ഡിവോഴ്സ് ആയപ്പോ കിട്ടിയ പൈസയും കൊണ്ട് അവര് പുറത്തേക്ക് പോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അല്ലിയുടെ വീട്ടിലാണെങ്കിൽ ചെറിയച്ഛൻ ആ കോമ്പൗണ്ടിൽ തന്നെ മറ്റൊരു വീട് വെച്ച് അങ്ങോട്ട് മാറി. പക്ഷെ മിക്കപ്പോഴും അവര് പഴയ പോലെ ഒരുമിച്ച് തന്നെയാണ്. കണ്ണനും അപ്പുവും ആദ്യളിയുടെ ഫാൻസ് ആണ്. സ്കൂളിൽ വഴക്കിടുമ്പോ IPS അളിയന്റെ കാര്യം പറഞ്ഞാണ് രണ്ടുപേരും രക്ഷപ്പെടുന്നത്. ആദ്യം വന്ന രണ്ടും അവന്റെ കൂടെ തന്നെയാണ്. പോലീസിനെ പഴയ പോലെ പേടിയില്ല രണ്ടിനും എന്നതാണ് മറ്റൊരു കാര്യം. നീനച്ചെറിയമ്മ വടിയെടുക്കുമ്പോ രണ്ടും നല്ല കുട്ടികളാവും. അല്ലിയുടെ അച്ഛനും അമ്മയും ഇപ്പൊ ബിസിനസ് ഒക്കെ നിർത്തി വീട്ടിലെ ചെറിയ രീതിയിൽ കൃഷിയൊക്കെയാണ്. പ്രായമായില്ലേ, ഇനി ടെൻഷനുള്ള കാര്യങ്ങൾ എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത്. ആദിയും അല്ലിയും നന്ദുവും തന്നെയാണ് അവരുടെയും ലോകം. അല്ലിക്ക് വിശേഷമായത് മുതല് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെന്നാണ് നന്ദിനി. പക്ഷെ ആദിക്കായിരുന്നു അവളെ വിടാൻ മടി. അവസാനം ആദ്യത്തെ 3 മാസം നന്ദിനി ഫ്ലാറ്റിലേക്ക് വന്നു. പക്ഷെ അവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ പ്രസവം കഴിഞ്ഞ് 3 മാസം വീട്ടിൽ നിർത്തുമെന്ന് ആദ്യയോട് ഉറപ്പ് വാങ്ങിയിട്ടാണ് അമ്മ പോയത്. പക്ഷെ അല്ലിക്ക് ഉറപ്പായിരുന്നു അല്ലി പോയ ആദ്യം കൂടെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് അവൾക്കും അതൊരു പ്രശ്നമല്ലായിരുന്നു. ഇന്നാണ് ആദ്യം അല്ലിയും ഡൽഹിക്ക് പോകുന്നത്. ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ നേരത്തെ പോയിരുന്നു. പക്ഷെ അല്ലിയും ആദ്യം ഒരുമിച്ചാ പോകുന്നത്. അവരെ യാത്ര അയക്കാൻ കുടുംബം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം അല്ലിയെ പൊന്നുപോലെ നോക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് പോലും എല്ലാവരും അല്ലിക്കും ആദിക്കും 100,000 ഉപദേശങ്ങൾ നൽകി. അല്ലിക്ക് ഫ്ലൈറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവർ ഡൽഹിയിലെത്തിയത് വൈകുന്നേരത്തോടെയാണ്. അവരെ കാത്ത് ശേഖർ ഉണ്ടായിരുന്നു. ആദിയുടെ കൂടെ ആദ്യത്തെ മിഷനിലുണ്ടായിരുന്ന അതേ ആള് തന്നെ. അയാളുടെ ഫ്ലാറ്റ് തന്നെയായിരുന്നു അവർക്കന്ന് സ്റ്റേ. അല്ലിയെ കണ്ടതും ഒരുപാട് പരിചയമുള്ളതുപോലെയാണ് ശേഖർ പെരുമാറിയത്. അയാളുടെ കുടുംബവും അവരുടെ സ്നേഹത്തോടെ തന്നെ പെരുമാറി. അവരുടെ ഫ്ലാറ്റിന്റെ തൊട്ടു മുന്നിലെ ഫ്ലാറ്റിലായിരുന്നു ആദിക്കും അല്ലിക്കുമായി അയാൾ താമസം ഒരുക്കിയത്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും അവരെ അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയാക്കി. ക്ഷീണം കൊണ്ട് അല്ലിയും ആദിയും ഫ്രഷായി നേരത്തെ കിടന്നിരുന്നു. പിറ്റേ ദിവസം അല്ലിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പ്രോഗ്രാം. എല്ലാത്തിനും ആദി അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം നടക്കുന്ന ദിവസം അല്ലിയുടെ കൂടെ തന്നെ അവൻ നിന്നു. ഗ്രൗണ്ടിൽ അവളെ കാണുന്ന ഇടത്താണ് ആദ്യം നിന്നത്. ഉയർന്ന പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഒന്നിനും ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അല്ലി പെർഫോം ചെയ്യുന്നത് അഭിമാനത്തോടെയാണ് അവൻ കണ്ടു നിന്നത്. അവളും ആത്മവിശ്വാസത്തോടെയാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത്. ഗർഭിണിയായതുകൊണ്ട് എല്ലാവരുടെയും ഒരു ശ്രദ്ധ അവളിലുണ്ടായിരുന്നു. വൈകുന്നേരത്തോടെ എല്ലാം നന്നായി അവസാനിച്ചു. അധികം വൈകാതെ അല്ലിയെയും കൂട്ടി ആദ്യം ഫ്ലാറ്റിലേക്ക് പോന്നു. ഫ്ലാറ്റിലേക്ക് കയറിയതും ആദ്യം അല്ലിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ ശരിക്കും പേടിച്ച കൃതി, പക്ഷേ എല്ലാം നന്നായി കഴിഞ്ഞല്ലോ, അവൻ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ കുഞ്ഞ് സൂപ്പറാണ്, അവന്റെ അച്ഛയെ പോലെ, അല്ലി പറഞ്ഞു. ആദിയുടെ കൈകള് അല്ലിയുടെ വയറിനെ പതുക്കെ തഴുകി. ഫ്ലാറ്റിലെത്തിയതും ഉടനെ തന്നെ അവർ നാട്ടിലെ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും ലൈവായി പ്രോഗ്രാം കണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെയായിരുന്നു അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. അവരെ യാത്ര അയക്കാൻ ശേഖറും കുടുംബവും വന്നിരുന്നു. കുഞ്ഞുമായി ഒരിക്കൽ കൂടി വരണമെന്ന് പറഞ്ഞാണ് അയാൾ അവരെ യാത്രയാക്കിയത്. ഉച്ചയോടെ അല്ലി ആദ്യം ഫ്ലാറ്റിലെത്തി. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാണ് അവർ വന്നത്. വന്ന പാടെ അല്ലി ബെഡിലേക്ക് കിടന്നു. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആദ്യം കൂടെ കിടന്നു. എന്നത്തെയും പോലെ ആലി അവർക്കായുള്ള ഭക്ഷണമൊക്കെ ഒരുക്കിയിരുന്നു. രാത്രി ആലിയും സാമും അവരുടെ 8 മാസം പ്രായമായ ലിയാനും കൂടി എല്ലാവർക്കുമുള്ള ഭക്ഷണവുമായി ഫ്ലാറ്റിലേക്ക് വന്നു. ലിയാൻ ഇപ്പോ അല്ലിയുമായി നല്ല കൂട്ടാണ്. ആദിക്ക് കുഞ്ഞുങ്ങളെ എടുക്കാനുള്ള പേടി മാറിയതും ലിയാനെ എടുത്താണ്. അതുകൊണ്ട് അവനെയും ലിയാനും നല്ല പരിചയമാണ്. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നാണ് പിരിഞ്ഞത്. അല്ലിയും ആദിയും അവർ പോയ പുറകെ ബാൽക്കണിയിലേക്ക് വന്നു. അവിടെ പുതിയതായി വാങ്ങിയിട്ട സോഫയിൽ ആദി ഇരുന്നു. അവന്റെ അരികിൽ അവന്റെ നെഞ്ചിലേക്ക് ചാരി അല്ലിയും. ആദിയുടെ കൈകൾ അല്ലിയുടെ വയറിനെ പതുക്കെ തഴുകിക്കൊണ്ടിരുന്നു. ആദ്യേട്ടാ, എന്താ കൃതി? ആദ്യേട്ടന് മോനെയാണോ മോളെയാണോ വേണ്ടത്? അല്ലി ചോദിച്ചു. അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല കൃതി. സേഫായി നിങ്ങൾ എന്റെ കയ്യിലേക്ക് കിട്ടിയാൽ മതി. എനിക്കില്ലേ ആദ്യേട്ടനെ പോലെ ഒരു മോനെ വേണം, അല്ലി പറഞ്ഞു. അങ്ങനെയെങ്കിൽ
എനിക്ക് എന്റെ കൃതിയെ പോലെ ഒരു മോളെയും വേണം. ആദ്യം അത് പറഞ്ഞതും അല്ലി പെട്ടെന്നൊന്ന് പുളഞ്ഞുപോയി. എന്താടാ? ആദ്യ പരിഭ്രാന്തിയോടെ ചോദിച്ചു. കുഞ്ഞ് അനങ്ങി ആദ്യേട്ടാ. അലിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൾ ആദ്യയുടെ കൈകൾ പിടിച്ച് വയറിലേക്ക് വെച്ചു. അച്ചട കുഞ്ഞേ. ആദ്യ വയറിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് വിളിച്ചതും കുഞ്ഞ് പിന്നെയും അനങ്ങി. ആദ്യയുടെ കൈകളിൽ കുഞ്ഞിന്റെ അനക്കം അറിഞ്ഞതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. കൃതി, ഇത് കുഞ്ഞ് അനങ്ങുന്നു. ആദ്യ സന്തോഷത്തോടെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോഴല്ലേ അനങ്ങിയത്. ആദ്യേട്ടന് ആഗ്രഹം പോലെ പെൺകുഞ്ഞാവും. അല്ലി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകൾ തുടച്ചു. ആണോ? ആദ്യ ചോദിച്ചു. അല്ലി അവൻ നെറ്റിയിലെ ചുണ്ടുകൾ ചേർത്തു. ആദ്യം അവളെ നെഞ്ചിലേക്ക് ചേർത്തു. എനിക്കില്ലേ ഉമ്മ വേണം, അല്ലി പറഞ്ഞു. ആദ്യം അല്ലിയുടെ നെറുകിൽ നേർമയായിരുന്നു മുത്തി. അയ്യേ, ഇതല്ല ചക്ക, ഇവിടെ. അല്ലി ചുണ്ടുകൾ കൂർപ്പിച്ച് കാണിച്ചു. അതിന് ചിരി വന്നു. പ്രഗ്നന്റ് ആയതിനു ശേഷം പെണ്ണിന് ഉമ്മ ചോദിക്കുന്നത് കൂടുതലാണ്. ആദ്യ ചിരിയോടെ ഓർത്തു. ഐ ലവ് യു കൃതി. ആദ്യയുടെ അധരങ്ങൾ അല്ലിയുടേതുമായി ചേർന്നു. ഒരു കൈ അല്ലിയുടെ മുഖത്തും മറു കൈ അവളുടെ വയറിലും ചേർന്നിരുന്നു. മാസങ്ങൾക്ക് ശേഷം അലങ്കൃത ആദ്യയെ നഴ്സ് ഉറക്കി വിളിച്ചു. ആദ്യ വേഗം പാഞ്ഞു ചെന്നു. സിസ്റ്റർ, കൃതി ഓക്കെ ആണോ? അവൻ ചോദിച്ചു. അതെ, കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അവര് കുഞ്ഞിനെ ആദിക്ക് നേരെ നീട്ടി. പെൺകുഞ്ഞാണ്. പിങ്ക് ടവലിൽ പൊതിഞ്ഞൊരു മാലാഖ കുഞ്ഞ്. കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങവേ കണ്ണുകൾ നിറഞ്ഞിട്ട് ആദിക്ക് കാഴ്ച പോലും മങ്ങിയിരുന്നു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. തന്റെ കയ്യില് കണ്ണുകൾ അടച്ചുറങ്ങുന്ന കുഞ്ഞിനെ ആദി കണ്ണു വിടർത്തി നോക്കി. കൃതിയെ പോലെയാണോ? അവൻ ഓർത്തു. എല്ലാവരും അവന് ചുറ്റും വന്നു നിന്നു. നന്ദിനി അമ്മയുടെ കയ്യിലേക്ക് ആദ്യ കുഞ്ഞിനെ കൊടുത്തു. മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. തൊട്ടു മുൻപ് വരെ ചുട്ടു പൊള്ളിയിരുന്ന അവന്റെ മനസ്സിപ്പോ മഞ്ഞു വീണതുപോലെ തണുത്തിരുന്നു. അല്ലിയെ ഒന്ന് കാണാൻ അവന്റെ മനം തുടിച്ചുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്ന അല്ലിയുടെ മുന്നിൽ നിന്നപ്പോ ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അല്ലി അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്തിനാ സങ്കടം? അവളെ പുഞ്ചിരി മായത് ചോദിച്ചു. വേദനിച്ചോ? ആദ്യ സ്നേഹത്തോടെ അല്ലിയുടെ തലയിൽ തഴുകി. അല്ലില്ലെന്ന് തലയാട്ടി. ആദ്യം ആഗ്രഹിച്ച പോലെ പെൺകുഞ്ഞായില്ലേ? ഞാൻ പറഞ്ഞതല്ലേ. എന്റെ കൃതിയെ പോലൊരു പെൺകുഞ്ഞ്. അവൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് അല്ലിയുടെ അരികിൽ കിടത്തി. താങ്ക്സ് കൃതി. നിറങ്ങളില്ലാതിരുന്ന എന്റെ ജീവിതത്തിലേക്ക് വന്നതിന്, അവിടെ വർണ്ണങ്ങൾ നിറച്ചതിന്. ആദ്യയുടെ അധരങ്ങൾ അല്ലിയുടെ നിറകിൽ ഇടതടവില്ലാതെ പതിഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഒരു തുടർച്ചയില്ല. ഇനി അവർ അച്ഛനും അമ്മയും കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കട്ടെ.